ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ബാക്ക് ടു നോർമൽ ലൈഫ് ആയിക്കൊണ്ടിരിക്കണു. ചേട്ടായി പോയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം നമ്മളൊരു നോർമൽ റുട്ടീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും രവിഷ്മോനെ ഉണ്ണിനെ പിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാം. അപ്പം ആള് ഫ്രീ ആയിരുന്നു ഫുൾ ടൈം. ഇപ്പം അമ്മച്ചിയും അപ്പച്ചനുണ്ട്, അവരുടെ കയ്യിൽ കൊടുക്കാം. അതായത് ചിലപ്പോൾ അവർ ചില സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പണികളിൽ ഏർപ്പെട്ടേക്കായിരിക്കും. അങ്ങനെ അപ്പം അതൊരു എന്താ പറയുക, ഒരു ഒരു ടൈം ഒരു റോൾ ചെയ്ത് എല്ലാം ഇപ്പോൾ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ രണ്ട് കൂട്ടന്മാർക്കും ഒരു വാശിയുണ്ട്. ചില സമയത്ത് ഇവർ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് പോവില്ല. അതായത് അബ്രു ഇപ്പം ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുക, ഞാൻ ഏതെങ്കിലും സൈഡിൽ കൂടെ പോകണ കണ്ടു കഴിഞ്ഞാൽ അബ്രു കരച്ചിൽ കൊടുക്കും. ഇപ്പം അമ്മച്ചിയുടെ കയ്യിലാണെങ്കിലും അപ്പച്ചൻ്റെ കയ്യിലാണെങ്കിലും ഞാൻ സൈഡിൽ കൂടെ എൻ്റെ ഒരു നേരിൽ കണ്ടാൽ മതി, അവൻ സമ്മതിക്കില്ല. ആദത്തിനും ചില സമയത്ത് വാശിയുണ്ട്. പക്ഷെ അപ്പാപ്പനുണ്ടെങ്കിൽ ആദം അപ്പാപ്പൻ്റെ പിന്നാലെ നടന്നോളട്ടാ. എൻ്റെ കൂടെ അങ്ങനെ വലിയ ഇതിലേക്ക് വരില്ല. അവൻ്റെ കൂടെ അത് സെറ്റ് ഉണ്ട്. എല്ലായിടത്തേക്കും പോവും, പാടത്തേക്ക് പോവുക, വണ്ടി തുടക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിലിവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അമ്മാമ്മയുടെ കൂടെ ആണെങ്കിൽ തല്ലുകൂട്ടം, അമ്മാമ്മ ചീത്ത പറയും. അതുകൊണ്ട് അമ്മാമ്മയുടെ കൂടെ തല്ലുകൂട്ടം, അടിയും ബഹളമൊക്കെ ആയിട്ട് നടക്കാറ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, വിചാരിച്ച അത്ര ടെൻഷനില്ല. പിന്നെ അപ്പം വിളിക്കുമ്പോൾ എങ്ങനെയാവുന്നായിരുന്നു പിന്നെ അടുത്ത ആദി. പക്ഷെ ഇവൻ എന്നെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. സാധാ ഇവൻ അപ്പൻ VFSനും മറ്റേ ഇതിനൊക്കെ പോയില്ലേ, മെഡിക്കലിനൊക്കെ പോയപ്പോൾ അപ്പം വിളിക്കണുണ്ടപ്പോൾ അയ്യോ അപ്പം പോയേ എന്ന് പറഞ്ഞ കരച്ചിൽ ബഹളമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇവൻ കൂളായിട്ട് വർത്തമാനം വേണം. അപ്പം വണ്ടി കാണിച്ചു തന്നേ, അപ്പോൾ ദുബായിലെത്തിയ അവിടെ എത്തിയ സുഖമാണോ, ചോറുണ്ടോ, അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ചോദിക്കട്ടെ. ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി ഗൈസ്. പക്ഷേ അതുകൊണ്ട് പിന്നെ പേടി, നമുക്ക് വിളിക്കണേന് പ്രശ്നമില്ല. അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ലല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ കരച്ചിലും ബഹളാവാറ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായി, അതുണ്ടായില്ല. എന്നാലും വിചാരിച്ചത്ര പ്രശ്നങ്ങളില്ലാണ്ട് ഇവന്മാർ പോകുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റായി, കുഴപ്പങ്ങളൊന്നുമില്ല, ബാക്ക് ടു നോർമലായി. പിന്നെ അപ്പം അവനെ തൃശ്ശൂർ പോയി ഇന്ന് മീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ആദംകൂട്ടം കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ അപ്പം ഇന്നലെ ഒന്നും പറയണ്ടായില്ലേ പോണ കാര്യം. ഇന്ന് പെട്ടെന്ന് എന്തോ ഒരു ഇതിൽ പോയേക്കുന്നതാണ്. എന്നിട്ട് പോയി വാങ്ങിച്ചു വന്നപ്പോൾ നമ്മുടെ ആദാണെങ്കിൽ ഉറങ്ങാണ്. പിന്നെ അമ്മാമ്മ പറഞ്ഞു വിളിക്കണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എനിക്ക് വന്നു കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് പോണ്. എന്നിട്ട് കൊണ്ടുവന്നേക്കണേ പാപ്പനത് മീമി കൊണ്ടുവന്നുണ്ടാ? എത്ര മീമി? മൂന്നെണ്ണ മുറുക്കാൻ പോവാ? എന്നിട്ടിടാൻ പോവാന്ന്? ആ മീൻ മറിച്ചിടാൻ പോവാന്ന്. അതാണോ മറിക്കണേ? അപ്പാപ്പൻ. ഓക്കെ. എന്നിട്ടത് ആ സാധനങ്ങള് അപ്പാപ്പ അവനെടുക്കണ്ട് മീൻ എടുക്ക്. ആ കോലെടുക്കാനോ ദിവസമായിട്ട് അപ്പാപ്പനോട് മീൻ പറഞ്ഞു തുടങ്ങിയിട്ട്. കാരണം റോട്ടിക്കൂടെ പോണ എല്ലാ മീൻകാരും പിടിച്ചു നിർത്തും. അത് മുന്നേ തുടങ്ങിയുള്ള ശീലമാണ്. അപ്പം പോയി കഴിഞ്ഞപ്പോഴും അത് തന്നെ പിടിച്ചു നിർത്തും, മീൻ വാങ്ങിപ്പിക്കും. അപ്പം അപ്പാപ്പന് മനസ്സിലായി ഇത് ഒറ്റയടിക്ക് പോയില്ലെന്ന്. അപ്പം അപ്പാപ്പൻ കുറേ മീൻ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം അപ്പം പോകുമ്പോൾ ഇങ്ങനെ കുറേ മീൻ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ വറക്കും, പിന്നെ കറി വയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കറി വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് മീൻകാർ പോകുമ്പോൾ വാങ്ങാൻ ചെയ്യാറ്. എന്നാലും അത്ര ഫ്രഷ് കിട്ടാറില്ല. അപ്പം പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിന് മീനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മീൻ ഉണ്ടായി കഴിഞ്ഞാൽ ചോറ് തിന്നും. അതുകൊണ്ട് പോയി വാങ്ങിയേക്കണ്ട. അത് ചത്തണ്ട്, ഇനി കൊല്ലണ്ട ചത്ത മീന. അതിടാ ഒച്ചേക്കണേ. നീ ചാടിയ മോളിക്ക് ഇവിടെ കിടക്കണ്ടില്ലേ?
വടിയാതിന്റെ ഞാൻ പറഞ്ഞില്ലേ പാപ്പനോട് അപ്പൊ മുട്ടിയോ സ്റ്റൂളോ അതിന്റെ നോക്കിയാട്ടെ അതന്നെ പണി ഇറച്ചി പണി അല്ലാതെ ആദത്തിന് വിളിച്ചു കഴിഞ്ഞാ പുഴുങ്ങാനാ നീ ആരോ മീൻ പിടുത്തക്കാരനെ അടിച്ചു കൊല്ലാൻ ആ നിന്റെ തലയിൽ അടിക്കില്ല മതി കുഞ്ഞു മീനെ അബിരൂര് മീന് വേണ നീ മീന് വേണ നീ മീന് വേണ ചേട്ടന്റെ കോല അബിരൂര് വേണമെന്ന് നനഞ്ഞ അയ്യോ ഇത് കഴുകിയെടുക്കാം വേണ്ട കഴുകണ്ട അവിടെ ഇരിക്കുക വെറുതെ വെറുതാ പറഞ്ഞപ്പോ ഇട്ടോന്റെ അടുത്ത് അവിടെ നിക്ക് ഇപ്പൊരെണ്ണം കിട്ടിയില്ലേ മതി നീ ഇത് മര്യാദക്ക് ഇരുന്നിട്ട് മുന്നിൽ താഴ്ത്തെടുക്കൂട്ടോ അതോ പയ്യടിക്കാതെ ചേട്ടാ മിണ്ടാടുക്കാൻ പറഞ്ഞേട്ടാ അതത്തിന് അബ്രു ദേഷ്യപ്പനുണ്ട് അതിന് മീമി വറുത്ത് തരടാ വറക്കണം കറി വെക്കണോ വറക്കണം അബ്രുവിന് കൊടുക്കോ മീൻ നന്നാക്കണേന്റെ എക്സ്പേർട്ട് പിന്നെ അപ്പാപ്പൻ കേട്ടോ അപ്പാപ്പൻ അടിപൊളിയായിട്ട് മീൻ കുനു 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 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് തരും അതുകൊണ്ട് അപ്പാപ്പൻ തന്നെയാണ് വലിയ മീനുകൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യാറ് പിന്നെ ഒരു പ്രാവശ്യം ഡെലിഷ്മോ വന്നപ്പോൾ ചൂര കൊടുന്നപ്പോൾ അപ്പച്ചോടി ഉണ്ടായില്ല അന്ന് ആളിരുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു വിട്ടാ മീൻ നന്നാക്കിയാൽ അമ്മാമ്മ ഇടും അത് നോക്കി നിൽക്കും അതെ അത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ അത് എരിയോ അതും കൂട്ടാ നീ പറഞ്ഞു കൊടുക്കുന്നിട്ട് ഇടണ്ടേന്ന് എന്നിട്ട് ഇടണ്ടേന്ന് പറഞ്ഞു കൊടുക്ക നീ ചട്ടിയിൽ ഇടാൻ നമുക്ക് വറക്കാൻ വേണ്ടിട്ട് ആ നീ വർക്ക് അവിടെ ഇരുന്ന് എങ്ങനെ മീൻ വറക്കാതെ ഗ്യാസ് നീ മണ്ടത്തരാണോ കാണിക്കണത് നീ കണ്ടല്ലേ മീൻ വറക്കുന്നത് ചട്ടിയില് ആ ചട്ടി നാന്ന് വെളിച്ചെണ്ണ ഒഴിച്ചാ ആ തുണി കുഞ്ഞ് അത് വരി കുട്ട കുഞ്ഞ് അത് നോക്കി നിക്ക ഇല്ലാന്നാ ആ മാമ ഇടും എന്റെ മോന്റെ മേത്ത് എരിയും കണ്ണിക്ക് തെറിക്കൂട്ടാ അതാണ് ആ എടുത്തോ ആ ടിപ്പോ എടുത്തോ നീ ആറ് നീ ചേട്ടൻ നിന്ന് പോയി ആ ടിപ്പു കിട്ടിയാ അന്ന് പോയി ഇട്ടോ ഒരു മീനിട് ഒരെണ്ണം ഇട്ടാ മതിട്ടാ ആ ഒരെണ്ണം സന്തോഷായി ഇപ്പ പാവന്റെ ആദംകുട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് മീൻ നന്നാക്കി മീൻ വറക്കാനിട്ട് വന്നു അല്ലേ എന്തോരം പണിയെടുത്തല്ലേ രാവിലെ തുടങ്ങി കൊച്ച് ആ മീനെ കൊന്നു മീനെ നന്നാക്കി മീനെ വറുക്കാനിട്ടു ഈ മീൻ കറി വയ്ക്കണ്ട കറി വയ്ക്കാൻ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ കൊച്ചിനൊന്ന് ചോറുണ്ട് റെസ്റ്റ് എടുക്കാൻ പാവം വിശർത്താ കൊതുകെത്തന്നെ കടിച്ചു 3 കൊതുക് കടിച്ചു കൊച്ചിനെ പിന്നെ എന്നിട്ട് ചെയ്തേ എന്നിട്ട് മീനുകൾ അപ്പാപ്പം കൊണ്ടുവന്നേക്കണേ അയിലയാ
അപ്പൊ അപ്പാപ്പൻ പേരുകൾ പഠിപ്പിച്ചു തന്നില്ലേ പോലെ അയില പൂമിനെ കൊണ്ടേ അപ്പൊ അപ്പാപ്പനോട് ചോദിക്കണ്ട എന്നിട്ട് മീനെ കൊണ്ടുവന്ന പേര് ചോദിക്കാനില്ലേ വണ്ടി മോട്ടർ അടിച്ച് കഴുകണ്ട. ഇന്നലെ കൊച്ചി അപ്പാപ്പന്റെ വണ്ടി മോട്ടർ അടിച്ച് കഴുകിയിട്ടുണ്ടായി. ഇന്നും കൊച്ചിന് വണ്ടി മോട്ടർ അടിച്ച് കഴുകണം. മോട്ടർ അടിച്ച് കഴുകി ഞാൻ അവനെ കുളിപ്പിക്കാൻ കൊണ്ടു. എന്നിട്ട് ഇവൻ കിടന്ന് കരച്ചിലും ബഹളം വീണ്ടും പോയി വണ്ടി വെള്ളത്തിൽ കളിച്ചു. പിന്നെയും വണ്ടി കഴുകി. അങ്ങനെ വെള്ളത്തിൽ കുളിച്ചു, വണ്ടീനും കുളിപ്പിച്ചു, ആദവും കുളിച്ചു, അപ്പാപ്പനും കുളിച്ചു. അല്ലേ? 3 പേരും കുളിച്ചു. ഇന്ന് വണ്ടി കഴുകണം. ഇന്ന് വണ്ടി കഴുകിയ വണ്ടി തേഞ്ഞു പോവും. ഇടയ്ക്ക് കഴുകിയാ മതി. അതാരാ വണ്ടിയാ? വണ്ടി കഴുകണ്ട. ഇന്ന് അപ്പാപ്പന് വയ്യാന്ന്. അപ്പാപ്പ മീൻ വട്ടി വയ്യണ്ടായില്ലേ? ഇന്നിപ്പോ അപ്പാപ്പന് ക്ഷീണ. എന്നാ ആർക്കാ ചേന? ചേന കൊടുക്കോ? എന്നിട്ട് നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് മീൻ വറുത്തത്. ഇത്ര അല്ല കേട്ടോ, ഇതിലും കൂടുതൽ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. നമ്മൾ ആദത്തിനൊക്കെ ചോറ് കൊടുത്തു. പിന്നെ അബ്രൂന് ലേശം ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മീൻ വറുത്തു. മീനൊക്കെ കൊടുത്തു കൊടുക്കാൻ 1 വയസ്സായില്ലോ. അപ്പം അങ്ങനെ വറുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി. പിന്നെ തൈര് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാവാറുണ്ട്. രാവിലെ എന്നും തൈര് ഉണ്ടാക്കും. തൈര് അപ്പച്ചന് വേണം. കട്ട തൈര് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് ലേശം എന്നിട്ട് പറയാം ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് ഞാൻ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ സബോളയ്ക്ക് പകരം ചുവന്നുള്ളി ഇട്ട് നോക്കി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പോയപ്പോൾ സങ്കടം ഉണ്ടായി. പിന്നെ പോവാണ്ടിരിക്കാണ്ട് പറ്റില്ല. ജോലി വേണം. ജോലി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വരുമാനം ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് പോവാണ്ടിരിക്കാൻ ഞാൻ സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതിപ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവും. ആ ഒരു സങ്കടം എനിക്കുണ്ടായി. ഇപ്പം ഞാൻ അതിനോട് അഡ്ജസ്റ്റായി. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് ഒരു ഇതിലെത്തി കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.